ഒരുപാട് ഹലാലായ സന്ദേശങ്ങളുണ്ട്. ഞങ്ങളത് ഉൾപ്പെടുത്തും. ബഹുമാനപ്പെട്ടവരുടെ ഗുണാദുകളെല്ലാം ഹാസനാക്കി കൊണ്ടുമാറാൻ ഞങ്ങളെല്ലാവരും നമുക്ക് ഇതുപോലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. അപ്പം കല്ല്, മരങ്ങള്, പ്രിയം വെച്ച സ്നേഹിച്ച ആ ഒട്ടകത്തിന്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പറയാം, സമയം അനുവദിക്കാത്തതുകൊണ്ട് ആ ഭാഗം അല്ലേ. ഹബീബായ റസൂലുള്ളാഹി ഇബാദത്തുകളിൽ മദ്ഹൂആണ് ഏറ്റവും വലുത്. ഇത് പറഞ്ഞതാണെന്നൊക്കെ അറിയോ? അള്ളാഹു ചെയ്ത ഇബാദത്തുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹവും അവിടുത്തെ ഈ മൗലിദും ഏറ്റവും വലുത്. കേരളക്കാരനായ ഒരു മുസ്ലിം ഉപ്പാപ്പയുടെ നാട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറം ചെയ്യുന്ന വെളിയങ്കോട് വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി, ഒരു സ്നാമി ഉണ്ടാക്കി. അതിൽ നിന്ന് ഹബീബായ മുത്ത റസൂലുള്ളാഹി ഇങ്ങനെ മദ്ഹ് ചെയ്യാം. അവിടുത്തെ ഓരോരോ ഞാനിപ്പോൾ പറഞ്ഞ ചരിത്രങ്ങൾ കേട്ടില്ലേ, നമുക്കാർക്കും കണ്ണുനീര് വരുന്നില്ല. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി ഇങ്ങനെ ഓരോ നേരത്തെ പറഞ്ഞ ചരിത്രങ്ങൾ ഇങ്ങനെ അതിങ്ങനെ മുത്താറ ചെയ്ത് ഹദീസിലൂടെ പഠിച്ച് റസൂലുള്ളാഹിനെ ഓർത്തിട്ട് കണ്ണുനീരൊലിച്ചിട്ട് ബഹുമാനപ്പെട്ടവരെ കണ്ണുതാ ഈ ഭാഗത്തുകൂടി ഇങ്ങനെ രണ്ട് നമ്മൾ അഴുക്കിച്ചാലില്ലേ, വെള്ളം തിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഉണ്ടാക്കുമല്ലോ, അഴുക്കിച്ചാല് പോലെ കണ്ണുനീര് ഒലിച്ചിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണുനിങ്ങനെ വെള്ളം വന്നിരുന്നു. എന്നിട്ട് അതൊരു അടയാളമായി മാറിയിരുന്നു. ആ രീതിയിൽ പ്രിയം വെച്ച് അങ്ങേറ്റം ഒപ്പ് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരുടെ മക്കത്തെത്തി. ഹജ്ജ് കഴിഞ്ഞ് ഒരുപാട് ചരിത്രങ്ങൾ പറയാൻ, അതൊന്നും ഞാൻ പറയുന്നില്ല. മൂപ്പര കലാമത്തിൽ ഏറ്റവും വലിയ കഥ മാത്രം പറയുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം, സമയം ഒഴിക്കോ. ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് മദീനത്തെത്തി താൻ കേരളത്തിൽ എവിടെ പോകുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും ഹബീബ് റസൂലുള്ളാഹി നെഞ്ചിലേക്കാണ്. ചില്ലർക്കാനല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര താളുകളിൽ ആര് നിഷേധിച്ചാലും ശരി, ദീനിന്റെ അഹിലുകാർക്ക് മറക്കാൻ കഴിയാത്ത ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകൻ സയ്യിദനാ ഉമർ ഖാദിം ഒറ്റയാളായിക്കൊണ്ട് ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച് ഒറ്റയാളായിക്കൊണ്ട് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സയ്യിദനാ ഉമർ ഖാദിം. ബ്രിട്ടീഷുകാരന് വാഴുന്ന കാല നികുതി കൊടുക്കണം, പറ്റൂല. നിങ്ങൾ നാട് മുടിപ്പിക്കാൻ വേണ്ടി വന്നവരാണിവർ. ഇവർക്ക് നിങ്ങൾ ആരും നികുതി കൊടുക്കരുത് ബഹുമാനപ്പെട്ടവർ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. ഒരാഴ്ച നികുതി കൊടുക്കില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണാധികാരികൾ മഹാനവറുകളെ പറഞ്ഞ വാക്ക് കേട്ടു. അങ്ങനെ ചാവക്കാട് ഹജൂർ കച്ചേരിയിൽ ബഹുമാനപ്പെട്ടവരെ ഹാജരാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഉത്തരവിട്ടു. മഹാനായ സയ്യിദുൽ ഉമർ ഖാദിം തങ്ങളവരോട് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അറസ്റ്റ് ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല. നിങ്ങളെ തുക്കരി സാഹിബ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ ചാവക്കാട് കച്ചേരി ഹജൂർ കച്ചേരിയിൽ സാഹിബിന്റെ അടുത്തേക്ക് വരണം. അങ്ങനെ വന്നു. പോകുന്ന സമയത്ത് പട്ടാളക്കാർ പറഞ്ഞു, മദാവി നിങ്ങളുടെ അവിടെ എത്തിയാലേ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? നിങ്ങളവിടെ എത്തിയാലേ അതിന്റെ മുമ്പ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞോന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇല്ലാന്ന് പറയണേ. ആയിക്കോട്ടെ പറഞ്ഞല്ല, നിങ്ങളെ ഉപദ്രവിക്കുക ചങ്ങായി, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ പറയണേ. നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ എത്തി തുക്കരി സാഹിബിന് മുമ്പിലെത്തി. തുക്കരി സാഹിബ്, നീയാണോ വെളിയങ്കോട്? അതെ. നീ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ?
നിങ്ങൾ ആ കുക്കറി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാ, നിങ്ങളെ രാജ്യം മുടിക്കാൻ വേണ്ടി വന്ന നായ്ക്കളാ, ബത്താനുകളാ, പിശാചുക്കളാ, ഒരിക്കലും തരില്ല, നിങ്ങൾക്ക് നികുതി തരില്ല, ഞാൻ ഒരിക്കലും തരില്ല. പട്ടാളക്കാരൻ പാഞ്ഞെടുത്തു മഹാനവറുകളെ ആക്രമിക്കാൻ. തന്റെ കയ്യിൽ ഒരു ചെറിയ പേനയുണ്ടായിരുന്നു, അതുകൊണ്ട് ചില ഗോഷ്ഠിയൊക്കെ കാണിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ജയിലിലടച്ചു. പട്ടാളക്കാരന്റെ ജയിലടച്ചു. തഹജ്ജുദിന്റെ സമയമായപ്പോ ഒരല്പം വെള്ളം ചോദിച്ചു. കാവൽക്കാരൻ ഒരു വെള്ളം കൂടെ കൊടുത്തു. ഡബിൾ പൂട്ടിന്റെ സെല്ലിലാണുള്ളത്. വെള്ളം കൊണ്ട് പിന്നെ മഹാനവറുകളെ കാണാനില്ല, തെരഞ്ഞെടുപ്പ് കാണാനില്ല. നേരം കൊടുത്തപ്പോൾ പോലീസുകാർ സൂപ്രണ്ട് പറഞ്ഞു. സൂപ്രണ്ട് പോയി പറഞ്ഞു, ഇവിടെ ഉമ്മർഖാനെ കാണാനില്ല. സൂപ്രണ്ടിനോട് നിർദ്ദേശം കൊണ്ട് പൂട്ട് പൊളിച്ചു നോക്കാൻ. പൂട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവരെ കാണാനില്ല. എങ്ങനെ അദ്ദേഹം പോയി അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ഉടനെ തന്നെ തുക്കടി സാഹിബ് ഉത്തരവിടുന്നു, വെളിയങ്കോടത്തെ വീട് പോയി മടയാം. അങ്ങനെ കുതിരപ്പുറത്ത് കിട്ടിയത് അവരുടെ വാഹനത്തിൽ വന്ന് വെളിയങ്കോടുള്ള മഹാനവറുകളുടെ വീട് വളഞ്ഞു. കാക്കത്തന്റെ വീട് വളഞ്ഞപ്പോ കോടഞ്ചേരി പള്ളിയിൽ നിന്നൊരു ദൂതനെ അയക്കുന്നു, മഹാനായ സയ്യിദനാ ഉമർ ഖാദി. നിങ്ങൾ ആലോചിക്കണം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്തേക്ക് തുപ്പിക്കൊണ്ട് ഓടാവത്താന എന്ന് പറഞ്ഞപ്പോഴാണ് ചെയ്തത് ചരിത്രം രേഖപ്പെടുന്നു. ചില്ലക്കാരല്ല, ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ദൂതനം വന്നേക്കാം, നിന്റെ വീട്ടുകാരെ ശരി ചെയ്യണ്ട, താങ്കളുടെ പള്ളിയിൽ നിൽക്കുക. അത് കേൾക്കുന്ന താമസം വീട്ടുകാരൊന്നായി കോടതിയെ പള്ളിയിലെത്തി. നിങ്ങൾ ഉണ്ടാവേണ്ടി വന്നതാ. ആളൊക്കെ ഞാൻ നിസ്കരിക്കട്ടെ, നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം നമ്മളെ പോലെ നമസ്കാരമല്ല, അത് വിശദീകരിക്കാൻ നമ്മളൊന്നും പോകുമല്ല. നമ്മുടെ നമസ്കാരമില്ല. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുക, ഒരു സമയം നിസ്കരിക്കുക. വീട് ഒന്നായിട്ട് കത്താൽ ആ നിസ്കരിക്കുന്ന വീട് ഒന്നായിട്ട് കത്താൽ ബഹുമാനപ്പെട്ടവർ അതൊന്നും അറിയുന്നില്ല. അതാ അവിടെ നിസ്കാരം. വീട് കത്തി തീർന്നവരെ ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിലാണ്. അങ്ങനെ എത്ര ചരിത്രങ്ങളുണ്ട്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഋഷിയമൻ വന്നു. അപ്പോ കൈക്ക് ആമം വെക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവരെ പ്രിയം വെക്കുന്ന ആൾക്കാർ, താങ്കളെ പോലെ വന്ന സുമാനെ പ്രിയം വെച്ച ആൾക്കാർ വന്നിട്ടേ കൊട്ടുപോകരുത്, ആമം വെച്ച് കൊണ്ടുപോകുന്ന രക്തപ്പോഴും ഒഴുകുന്നു പറഞ്ഞു. ബ്രിട്ടീഷുകാർ ആരോടെ പറയുന്നത് എല്ലാ സൗകര്യമുള്ള ബ്രിട്ടീഷുകാർ. സുബ്ഹാനല്ലാഹ്. പിന്നെ മഞ്ചൽ കൊണ്ടാൽ ഉപ്പാവും മഞ്ചല്ല സഞ്ചരിക്കരുത്. മഞ്ചൽ കൊണ്ടുവരാമെന്ന് മഞ്ചൽ കൊണ്ട് പോലീസിന്റെ ഓഫീസർ പറയാൻ പറ്റില്ല. നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി രാജാവിനെ പോലെ നടക്കാൻ പാടില്ല, തെറ്റാണ്, സംഭവിക്കില്ല. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിലെ റൂഹുണ്ടെങ്കിൽ ഞങ്ങൾ അഭിവന്ദ്യനായ താങ്കളവരുടെ നിങ്ങൾക്ക് ആമം വെച്ച് ഈ മഞ്ചൽ നോക്കാൻ പറ്റൂല. അങ്ങനെ കോടതിയിൽ പൊളിങ്ങോന്ന് വാഹനങ്ങൾ ഉണ്ടാക്കിയ പള്ളി, ആ പള്ളിയിൽ ചരിത്രം കുറെ പറയാൻ ഇപ്പൊ പറയുന്നില്ല. ഏതോ ഒരിക്കലും പള്ളിയിൽ പോലെ വന്നു വെളിയങ്കോട് പള്ളി ഞങ്ങളൊക്കെ വിശ്വസിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ടവര് നികുതി വേണ്ടെന്ന് പറഞ്ഞപ്പോഴും മൂപ്പര് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, സൈനുദ്ദീൻ എന്ന് പറഞ്ഞ കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ കുറച്ച് ദിവസം മുമ്പാണ് മരിച്ചു വരുന്നത്. അപ്പൊ അദ്ദേഹം ഉപകാരിത്തങ്ങൾ അറിയാതെ അതിനിടങ്ങാതെ കണ്ടാന്ന് വിചാരിച്ചിട്ട് ആ കാര്യസ്ഥന് ബഹുമാനപ്പെട്ടവർ ഈ നീതിയൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അടച്ചില്ല. അപ്പോ ഈ സമയം വെച്ചതിന് കുറച്ച് ദിവസം ആ നേരെ വന്ന് പള്ളിയിൽ നിന്ന് സുന്ദർസ്കരിച്ച് നേരെ ഇങ്ങനെ വന്നിട്ട്, ജയിലുദ്ദീനെ ഇവിടെ കിടക്കുക, ഞാൻ ജയിലിലേക്ക് പോവാ, ഒരു പള്ളിയിൽ നിന്ന് അടിയാൻ കൊടുത്ത് മക്കാമിന് പോകും, ഇവിടെ കിടക്കുക, ഇങ്ങനെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും, ജയിലിറക്കാൻ കൊണ്ടുപോകും, ഇവിടെ കിടക്കുക. ഇത് ചോദിച്ചപ്പോഴേക്കും 3 പൊട്ടയുടെ കവറിട്ട് പുളർന്നിട്ട് തന്റെ സുഹൃത്താകുന്ന സൈനുദ്ദീൻ മരക്കാറിയുള്ളോ തങ്ങളവர்கள் കവറിനെടുക്കാൻ വേനെടുക്കാൻ പുറപ്പെടാം. അപ്പോഴാ ബഹുമാനപ്പെട്ട സ്വയംബോധം വേണ്ട വേണ്ട
എനിക്കെതിരാവും. അവിടേക്കാണ് ഞാൻ തന്നെ നോക്കണം. ഇന്നും നിങ്ങൾ പോയി നോക്കിയാൽ മഹാനവരുടെ ഖബറിന്റെ മുൻഭാഗത്ത് 3 ആ പൊട്ടി അന്ന് മുതൽ 160 വർഷമായി അന്ന് മുതൽ ഇന്ന് വരെ കമ്മിറ്റിക്കാരെ നടക്കാൻ നോക്കിയത് കഴിഞ്ഞിട്ടില്ല. ആ പൊട്ടി ഇന്നും അതേ പോട്ട് പൊട്ടായി കാണുന്നു ഈ ജാതി അത്ഭുതം ഏറ്റവും പേരുത്തോവൻ. അങ്ങനെ കാണിച്ച അങ്ങനെ ജയിലടച്ചു. ബഹുമാനപ്പെട്ടവരെ കോഴിക്കോട് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയി. കോഴിക്കോട് കളക്ടർ മുമ്പ് രാജാവായിട്ട് ഹാജരാക്കി. അതെ നീ നീതി കൊടുക്കാൻ പാടില്ല പറഞ്ഞു. എന്താ പറയാൻ കാരണം? ഞങ്ങൾ നാട് മുടിപ്പിക്കാൻ, ഇന്ത്യ രാജ്യം മുടിപ്പിക്കാൻ വേണ്ടി വന്ന തെണ്ടിയാറ്റികൾ ഒരിക്കലും നിങ്ങൾക്ക് നികുതി തരികയില്ല. വന്നായി വന്നായി വന്നായി. കളക്ടർക്ക് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ല. ജയിലടച്ചിലേക്ക് പോകും. കളക്ടറോട് ആരോട് പറഞ്ഞു, ഈ മനുഷ്യനോട് ജയിലിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ അറിയില്ല, കഴിച്ച് കഴിക്കാൻ മൂപ്പരൊന്നോ കടലാസിലൊന്നോ കയ്യിൽ എഴുതുന്നുണ്ട്. അത് നമ്പർ എന്നുള്ളത് മൂപ്പർ ശേഖരാണ് കഴിയും. ആ കത്തെല്ലാം നമ്പർക്ക് എത്തിയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ അറിയില്ല. ഒരാളുണ്ട് അങ്ങനെ വഴിയിൽ വെച്ചിട്ട് അറബി അറിയുന്ന മാസം കൊണ്ട് അതിന്റെ പരിഭാഷ വേഗം ഒഴിവിക്കോളണം. ഈ കത്തിന് ഉപകാരങ്ങൾ ചെയ്യുക. നാനാജാതി മതസ്ഥരെ ഇറങ്ങണം. ഇന്ത്യ രാജ്യം മുടിപ്പിക്കാൻ വേണ്ടി വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഈ നാട്ടിൽ ഓടിക്കാം. ഉപ്പാപ്പ എന്റെ ശൈഖമകളെ അങ്ങയുടെ ശിഷ്യൻ കേളു പറയുന്നു, നിങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. കളക്ടറെ ഈ വിവരം കേട്ടപ്പോൾ വേഗം ഒരു ഭർത്താവിനെ പുറത്തിറക്കി വെറുതെയായി വിട്ടിച്ച് ആൺകുട്ടിയാണ്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ചോദിച്ചല്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴല്ല ഈ ബ്രിട്ടീഷുകാരെ പുറത്തോട്ട് ഇങ്ങനെ പറയാൻ ധൈര്യം കിട്ടി. അത് മറ്റാരുമല്ല, എന്റെ ആവേശവും എന്റെ ധൈര്യവും എന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ അവരാണ്. അങ്ങനെയുള്ള ഉമർ ഖാദിർ ഞാൻ പറഞ്ഞ പോലെ മക്കത്തേക്ക് മദീനത്തിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അല്ലാഹു ശരീരത്തിന് മുമ്പിലെത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറുന്ന വല്ലാത്തൊരു ബഹുമാനം, വല്ലാത്തൊരു പട്ടാളക്കാരുടെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അല്പം മുമ്പ് ഖുർആന്റെ ഭാഷയിൽ റസൂലുള്ളാഹിന്റെ ഭാഷയിൽ ഒരു മദ്ഹ് റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് അത് ഒരുപാട് പറഞ്ഞു. അപ്പൊ അങ്ങനെ പാടി പാടി ഉമറുൽ ഫഖീറുൽ جلت على البكاء ببابكم والدم من عينيه سال سجيما صلوا عليه وسلموا تسليما. വളരെ വിദൂരത്ത് നിന്ന് അങ്ങയെ പ്രിയം വെച്ചുകൊണ്ട് അങ്ങയെ കൊട്ടിപ്പറ്റി ഓർത്തുകൊണ്ട് ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് അതെന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിട്ട് ഒരു ചാലുകളായി മാറിയിരിക്കുന്നത്. ആ രൂപത്തിൽ അങ്ങയെ കുറിച്ച് അങ്ങല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് അങ്ങയുടെ ശരഫാക്കപ്പെട്ട റമദാൻ ഷരീഫിന്റെ ഉള്ളകം ചെന്നിട്ട് അവിടുത്തെ കാൽഭാഗത്തൊന്ന് ചുംബിച്ചിട്ട് വേണം എനിക്ക് എന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ. ഉമറുൽ ഫഖീറുൽ മുർതജി ജനാബികും യർജുൽ അതാഅൽ ബുകാഇ ബിബാബികും വദമ്മു മിൻ നൈലൈഹി സാല സജീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആ പാടി ആ വരിക്ക് മുമ്പ് പാടി വയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. വെച്ചുകൊണ്ടുള്ള മധുവും അവിടത്തോടുള്ള സ്നേഹമാണ് ഇബാദത്തിൽ ഏറ്റവും റസൂലുള്ളാഹിയുടെ മുമ്പിൽ പാടി ആ വരിയറ്റവർ അല്ലാഹു ശരീഅത്തിൽ താര തുറക്കപ്പെട്ടു. റസൂലുള്ളാഹിയുടെ റൗളാ ശരീഅത്തിൽ അത് തുറക്കേണ്ട സമയം ഉള്ളിൽ കയറി
റാഹത്തായി പുറത്തിറങ്ങിയപ്പോ അറബി റൗളാശരികളുടെ അറബികൾ ചോദിക്കുക, മത്തി തിന്നുന്ന മലബാറിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി മഹബത്താണ് അവിടെ കണ്ടത്. പട്ടാളക്കാർക്ക് അവർ പിടിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സംഭവിച്ചതാ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചരിത്രം രേഖപ്പെടുത്തി. അറബികൾ ചോദിക്കാൻ, മത്തി നിന്നുന്ന മലബാറിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? ആ സംഭവ കറാമത്ത് ആ അന്യവും കാണിച്ചത് സ്വലാത്തിന്റെ ബഹുമാനം. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും എല്ലാ ജോലിയും ഒഴിവാക്കി ഇവിടെ വന്ന് ഇവിടെ നിന്ന് പോകുന്നു, ഇവിടെ നിന്ന് പുറത്ത് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നവരെ എല്ലാ സമയം നിങ്ങൾ ചെലവഴിച്ച സമയം ഇവിടെ ഓരോരുത്തർ ഈ പരിപാടിക്ക് തന്നിട്ടുള്ള സ്വത്തുക്കൾ അറക്കുവാൻ ആവശ്യമായ മൃഗങ്ങൾക്ക് അരി വാങ്ങുന്നതിന്, ചീരിന് വാങ്ങുന്നതിന്, ചീനികളായി കൊണ്ടു തന്നിട്ടുള്ളത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെല്ലാവരും വന്നത്, ബഹുമാനപ്പെട്ട സയ്യിദവർകൾ അടക്കം എല്ലാവരും വന്ന വരവ് എല്ലാം സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് സയ്യിദവർകളുടെ അപ്പൊ അതുകൊണ്ട് അത്തരം മഹത്തായ നമ്മൾ ഓതി വന്ന ഖുർആനും യാസീനും എല്ലാം സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സ്വലാത്ത് ഒരു 10 വട്ടം ചെല്ലിയിട്ട് നമുക്ക് വാങ്ങിക്കാം. എല്ലാവരും ഇഖ്ലാസോടുകൂടി തന്നെ ആമീൻ പറയാൻ മറക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു വമലായികതഹു യസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലമു. പണ്ടാരടിയിലാവരുത് ചെല്ലുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തെ നീയത്തിൽ തന്നെ ചെല്ലണം. മറന്നുപോലും ജാതി മത ഭേദമന്യേ ഇവിടെ വന്നവരെല്ലാവരും വിഷമങ്ങളും അള്ളാഹു തെറ്റിദ്ധരുമാറാകട്ടെ. ഞങ്ങളുടെ സുദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ തീർത്തു തരണേ അല്ലാഹ്. ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ ഖൈറും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇലാ ഹദ്റതി ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഇലാ ഹദ്റതി ജമീഇൽ الأنبياء والأولياء والعلماء والشهداء والصلحاء والفضلاء والصديقين ورجال الغيب وأصحاب الكهف رضي الله عنهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാവരുടെ കുടുംബത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ റബീഉൽ അവ്വലിലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും നിയതിയ എല്ലാവരുടെ ഹദ്റത്തിലേക്കും അൽ-ഫാത്തിഹ. മൗലിദികൾ ഉണ്ടാക്കിയ മഹാന്മാർ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ പ്രിയം വെച്ച് ആശിഖീങ്ങൾ എന്ന പേരിൽ ലോകത്തൊട്ടുക്കും അറിയപ്പെടുന്ന മഹാന്മാർ. മുത്ത് റസൂലിനെ പ്രിയം വെച്ച അറബിയിൽ പറയുന്ന പേരാണ് ആശിഖുർ റസൂൽ. അങ്ങനെ മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളവர்கள் ഇതുപോലെ റൗള ശരീഫിലേക്ക് എനിക്ക് മറ്റുള്ളവരെ പറ്റൂല, എനിക്ക് കയ്യൊന്നുകൾ തരണം, അത് ചുംബിച്ചിട്ട് വേണം എനിക്ക് ഇറാഖിലേക്ക് മടങ്ങിപ്പോകാം എന്ന അർത്ഥം വരുന്ന 2 വരി പദ്യം മദീനത്തോട് പാടിയതാണ്. അല്ലാഹ് ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി കൈ പുറത്തേക്ക് വന്നു. ആ കരങ്ങൾ പിടിച്ച് മതിയോളം ചുംബിച്ച് 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 എന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് റൗള ശരീഫ് ഈ നാട്ടിലേക്ക് പോയി ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഈ സംഭവം അബ്ദുൾ റസാഖിന്റെ വകയാണ്. നിങ്ങൾ ആരും വിചാരിക്കുന്നു 1,00,000 വിശ്വാസികൾ ഈ സംഭവത്തിന് സാക്ഷികളായി അപ്പുറം ഉള്ളതിരുന്ന മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ ജീലാനി,
സ്വഹാബികളും തങ്ങളെ മുരികന്മാരടക്കം 1,00,000 വിശ്വാസികൾ ഈ സംഭവം കാണാൻ കയ്യെ പുറത്തേക്ക് വന്ന കരകൾ പിടിച്ച് ചുംബിക്കും. അതിന് മുമ്പ് 2 വരി വെയിറ്റ് എന്നർത്ഥം വരുന്ന 2 വരി അതാണ് ആദ്യം. ചരിത്രം രേഖപ്പെടുത്തുന്നു ഹബീബായ ആദ്യം വരെ അഹ്മദുൽ കബീർ റിഫാഇ എന്ന് പറയുന്ന മഹാനുഭാവൻ ആകുന്ന മുത്തറസുല്ലാന്റെ പേരക്കുട്ടി അവിടത്തേക്കല്ലാതെ മുത്തറസുല്ലാന്റെ ഒരു അഭയമൊന്നും വന്നത് അതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അങ്ങനെ സംഭവം മദീനത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചരിത്രം രേഖപ്പെടുത്തി അതും അവിടുത്തെ ഹുബ്ബ് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ് അത് കേൾക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ, ഉൾക്കൊള്ളാൻ തൗഫീഖ് തരട്ടെ. എന്ത് പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർ പറയാറ് ഇതൊക്കെ പണ്ടത്തെ കാലം ചെങ്ങായി ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് അതിലായി മറ്റേ മറിച്ചുള്ള കഥ പറയും. ഇതൊക്കെ ഒന്ന് വിട് എന്ന് പറയും. ഇപ്പൊ AI വന്നുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി. എല്ലാവർക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായി. ഭൂമിയാതൊക്കെയും എൻ കയ്യിലെന്നോവർ, ഭൂമിയാതൊക്കെയും ഒരു ചുമടെന്നോവർ പറഞ്ഞ് അതാണ് മൊബൈൽ. ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ അല്ലേ? ലോകത്തിന്റെ ഏത് ഭാഗത്തിലെ എന്ത് കാര്യങ്ങൾ നമ്മൾ കഴിയും. അതാ മഹാന്മാർ പറഞ്ഞതിന്റെ പൊരുൾ. ഖിയാമത്ത് നാളിലെ വിദ്യാഭ്യാസ ന്യൂ ജനറേഷൻ്റെ ആൾക്കാർക്ക് അള്ളാഹു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതാണ് മഹാന്മാർ പറഞ്ഞ ഓരോ വാക്യത്തെയും പ്രവർത്തിനൊക്കെ പൊരുൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ തങ്ങളെ പറയുന്ന കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം തന്നത്. അത് ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ അങ്ങേയറ്റം പ്രിയപ്പെട്ട അതാണ് കണ്ണീർ ഉസ്താദ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ മൂപ്പര് റസൂലുള്ളാഹിന്റെ ആളാണ്, പ്രത്യേക ആളാണ്. കേട്ട ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വാടക കഴിഞ്ഞാൽ പറഞ്ഞു. അപ്പൊ ആ മഹാൻ കാരണം നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. മഹാനവരുടെ നിറച്ചുകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്കും അൽ ഫാത്തിഹ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ ഇതുപോലെ നിൽക്കാൻ എനിക്കൊരു വേദി, എനിക്കിങ്ങനെ പ്രചോദനം നൽകി നിങ്ങളെ മുമ്പിൽ ഞാൻ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന അതിനുള്ള ആദ്യമായി എനിക്കുള്ള ആദ്യ അറിവ് നൽകിയ മഹാനായ ഖുതുബുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു സിയം വലിയുള്ളാഹി ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വലിയുള്ളാഹി ബാബു മുസ്ലിയാർ റളിയല്ലാഹു ശൈഖുനാ റളിയല്ലാഹു ആത്മീയ ലോകത്തിനെ സഹായിച്ച ഒരുപാട് ഔലിയാക്കൾ അവരുടെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അതേപോലെ മദീന നഗറിലായി നമ്മളെ പരിപാടികളൊക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സൗകര്യമൊരുക്കി തന്ന പൊട്ടച്ചോറ കുടുംബത്തിലെ എല്ലാ മെമ്പർമാർ അവർക്ക് എല്ലാവിധത്തിലുള്ള ഹൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഈ ഓഡിറ്റോറിയം ഏത് തിരക്കിനിടയിലും നമ്മളെ പരിപാടിക്ക് വിട്ടുതരുന്ന ഇതിൻ്റെ ഓണാക്കും. ആ കുടുംബത്തിൽ ഒരുപാട് മെമ്പർമാർ ഇവിടെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ലോകത്തും അതിൻ്റെ ഹൈറുകൾ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മാനേജർ ഇബ്രാഹിം സാഹിബ് അടക്കം നമുക്ക് സൗകര്യം ചെയ്യുന്നതിൻ്റെ പ്രവർത്തകന്മാർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലങ്ങളും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇതിൻ്റെ നോട്ടക്കാരായിട്ടുള്ളവർക്കും ഇതിനോട് സഹകരിക്കുന്ന ഇവിടുത്തെ കുടുംബത്തിന് മെമ്പർമാർക്ക് എല്ലാവർക്കും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അഖിലുകാർക്ക് ഹദറത്തിലേക്കും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഞാൻ
ഞാനിപ്പോൾ വന്നത് എന്നെ നോക്കുന്ന ആ കുടുംബത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. എന്നെ നോക്കുന്ന അബ്ദുഷ്കൂർ ഹാജി, അവരുടെ അമ്മോച്ചൻ, അവരുടെ ഭാര്യയുടെ ഉപ്പ ബഹുമാനപ്പെട്ട മൂസ കുഞ്ഞ് ഹാജി നവറല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ടവർ വഫാത്തായത് ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ 17. എൻ്റെ CM ഞങ്ങൾ പറഞ്ഞയച്ചിട്ട് എൻ്റെ ഷെയ്ഖുനാൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന ഈ 12 വർഷം ഞാൻ താമസിച്ചു. ആ കൂട്ടത്തിൽ നിങ്ങൾ ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ നടുവിൽ ഒരാളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സ്വർഗാവകാശി. ഭാര്യയോട് പറയാം, നിങ്ങൾ സ്വർഗാവകാശിയാണ്, നിങ്ങളുടെ ഭർത്താവ് സ്വർഗാവകാശിയാണ്, നല്ലോണം ശ്രദ്ധിക്കണേ, നല്ലോണം അതിനെ നോക്കണേ എന്ന് പറഞ്ഞ് സ്വർഗാവകാശിയാണെന്ന് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു വ്യക്തി എന്നെ നോക്കുന്ന ഉദ്ദേശിക്കുന്ന ഭാര്യയുടെ വാപ്പ മൂസ കുഞ്ഞി ഹാജി നവറുല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്കും അൽ ഫാത്തിഹ. ഇവിടെ ഭക്ഷണം പാകം ചെയ്തവർ, വിളമ്പാൻ വേണ്ടി സഹായിച്ചവർ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ മൗലിദ് ഓതിയവർ, അതുപോലെ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഭക്ഷണം കഴിച്ച സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചവർ, പ്ലേറ്റ് കഴുകാൻ സഹായിച്ച സഹോദരിമാർ, അതുപോലെ ഭക്ഷണം പാകത്ത് ഹെൽപ്പ് ചെയ്ത മക്കൾ, പാകം ചെയ്തവർ, നമുക്ക് പിന്നെ വലിയൊരു വാടക നമ്മളിന്ന് വാങ്ങാതെ നമുക്ക് മൈക്ക് സെറ്റ് ചെയ്ത് സൗകര്യം ചെയ്യുന്നത് നമ്മളെ മുസ്തഫ എന്ന് പറയുന്നതാണ് ഈ നാട്ടുകാരൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ അവരടക്കം ഇവിടെ ചീരണി കൊണ്ടുവന്നവരുണ്ട്. അപ്പോ എല്ലാവർക്കും, നിങ്ങൾ അവിടെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഹബീബായ മുത്തസല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രിയം വെച്ചതിന് ആരാലും അത് പറയാനുണ്ട്. ഒരുപാട് തെളിവടക്കം നിങ്ങൾ തരാണ്ട് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇപ്പൊ പറയുന്നു. ആയിരക്കണക്കിന് തെളിവ് തരാം, ഒരാൾക്കും സംശയമാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇന്നോട് ഞാൻ പറയാൻ ചെയ്യാം. ആയിരക്കണക്കിന് തെളിവുകൾ തരാം. അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഖൈറിന് വേണ്ടി ഇവിടെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇനി ഇതൊക്കെ ഈ പരിപാടി കഴിഞ്ഞിട്ടും ഇതിനോടനുബന്ധപ്പെട്ട വൃത്തിയാക്കൽ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന എല്ലാ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും മക്കൾക്കും എല്ലാവർക്കും ഇരു ലോകത്തും ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ചീരണികൾ കൊണ്ടുവന്നവരുണ്ട്, സദക്ക നൽകിയവരുണ്ട്, അരി തന്നവരുണ്ട്, പഞ്ചസാര നേർച്ചയാക്കി അതിനുള്ള ഹരി കൊണ്ടുവന്നവരുണ്ട്, ചീരണികൾ കൊണ്ടുവന്നവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ ഇരു ലോകത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ആരും ഒരാളോടും വിദ്വേഷം വെക്കരുത്. ഒരാളോടും വിദ്വേഷമില്ലാത്തവരായി നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ല, ഒട്ടകത്തിന്റെ കുടമാനം കൊണ്ടുപോയിട്ടപ്പോഴും ഒന്നും പറഞ്ഞില്ല. കഴുത്തിലുള്ള ഷാള് പിടിച്ച് വലിച്ച് മുറുകി രക്തം വന്നവൻ രക്തമൊലിച്ചപ്പോഴും ഒന്നും പറയാത്ത നമ്മളെല്ലാവരും അതിനുള്ള സന്മനസ്സുള്ള നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ എന്നെ നോക്കുന്ന ആ കുടുംബത്തിന്റെ എല്ലാ വിഷമങ്ങളും നീക്കിക്കൊടുക്കണേ റബ്ബേ. അവരെ ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ഖൈറായ ഹലാലായ സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറായ മാർഗങ്ങളിലേക്ക് ആ കുടുംബത്തിന്റെയും ഞങ്ങളെയും എത്തിക്കണേ അല്ലാഹ്. ഹിദായത്ത് സ്ഥിരപ്പെടുത്തി തരണേ അല്ലാഹ്. മൊബൈൽ ഫോൺ കൊണ്ട് നശിക്കുന്ന ആൺമക്കളിലും പെൺമക്കളിലും നിങ്ങൾ ഒരാളെയും പെടുത്തരുതേ അല്ലാഹ്. എല്ലാവർക്കും ഖൈറിന് വേണ്ടി അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒരു 3 ചുമട്ടുകൾ നിൽക്കുന്നു. 3 ചുമട്ട് പറ്റുമോ? ആ ചെല്ലിയിട്ടൊന്ന് ദ്വാരക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ മഹാന്മാരുടെ ദ്വാരയിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിക്കട്ടെ. ഒരു 3 വട്ടം സയ്യിദ് യാത്ര ചെയ്യും.
ഈ സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട പങ്കെടുക്കാൻ സാധിച്ചു. അവർക്കെല്ലാം പല ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെ ആസ്ഥാനത്ത് സുഖമായിട്ട് പരിപാടി നടത്താൻ തോന്നിക്കട്ടെ. അള്ളാഹു വികാരത്തിൽ തന്നെയുണ്ട്. പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുള്ളവരൊക്കെ ശുഭതങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കാനും പോകാനും ും ഇങ്ങനെ സഹായിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും പ്രത്യേകിച്ച് പേരും പേരുന്നേക്ക് പങ്കുകാരും പ്രത്യേകിച്ച് പലരുടെ മഹന്മാർക്കും പാച്ചകർക്ക് പോയി അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സന്തോഷപ്പെടുത്തട്ടെ. ആത്മഹത്യ നന്നാക്കിത്തട്ടെ. ആലിക്കുഞ്ഞുമാശി 50 വർഷത്തിലേറെ നമ്മുടെ കൂടെ ഷെയ്ഖുന റഹ്മത്തുള്ളാഹി അവരുടെ ഇതുവരെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്നു. ഒരുപാട് ഷെയ്ഖുനെ പറ്റി പറയാൻ സദസ്സിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സയ്യിദാറിൽ ഒന്ന് യാത്രയാക്കിയിട്ട് അതുവരെ നമുക്കൊരു ചെറിയ നല്ല ഇഖ്ലാസോട് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഇഖ്ലാസോടുകൂടി ചെല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 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 ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യാ മാലികൽ മുൽകി യാ
يا ذا الجلال والإكرام يا مالك الملك يا ذا الجلال والإكرام يا مالك الملك يا ذا الجلال والإكرام يا مالك الملك يا ذا لا إله إلا الله الملك الحق المبين 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 محمد رسول الله صادق الوعد الأمين 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 لا إله إلا الله وحده لا شريك له الملك لا إله إلا الله وحده لا شريك له الملك لا إله إلا الله وحده لا شريك له الملك لا إله إلا الله وحده لا شريك له الملك رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام الله أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على